കേരള പോലീസിലേക്ക് ഒരു സ്ഥിര നിയമനം വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സും ആവശ്യമായിട്ടുള്ളൊരു തസ്തികയാണ്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വേക്കൻസി കുറവാണ് എന്ന് കരുതി താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കേരള PSCൻ്റെ എക്സാം ഒന്നുമില്ല, ഡയറക്റ്റ്ലി സെലക്ഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം. അപ്പോൾ കേരള പോലീസിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. പെർമനന്റ് വേക്കൻസി ഓഫ് ഹവിൽദാർ ഫോർ പോലീസ് കേരള പോലീസ് വോളിബോൾ ടീമിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഫോർ മെൻ കാൻഡിഡേറ്റ്, അതായത് പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ആകെ മൊത്തം 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള PSC എക്സാം ഒന്നുമില്ല. അറ്റാക്കർ ഒരു ഒഴിവ്, അതുപോലെ തന്നെ സെറ്റർ ഒരു ഒഴിവ്, അങ്ങനെ ടോട്ടലായിട്ട് 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് അക്വയർഡ് ആഫ്റ്റർ 1 ജാനുവരി 2018 1 ജാനുവരി 2018 വിൽ ഓൺലി ബി കൺസിഡർ, അതായത് അതിനുശേഷം കിട്ടിയത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. 2018 ശേഷം ലഭിച്ചിട്ടുള്ള ഇത് മാത്രം, സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ഏതൊക്കെ വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 പോയിന്റായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒന്ന് മതി. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഓർ സെക്കൻഡ് പ്ലേസ് ഇൻഡിവിജ്വൽ അത്ലറ്റിക്സ് ഇവന്റ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കൊടുക്കാവുന്നതാണ്. ഷുഡ് ഹാവ് ബീൻ സെലക്ടഡ് ടു റെപ്രസെൻറ്റ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓർ സെക്കൻഡ് പ്ലേസിൽ നിന്നിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് റെപ്രസെൻറ്റ് ദി സ്റ്റേറ്റ് ഇൻ ദി ഗെയിം വോളിബോൾ ആൻഡ് സ്കോർഡ് സെലക്ഷൻ ടു റെപ്രസെൻറ്റിംഗ് ഇൻ്റർ സ്റ്റേറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ യൂണിവേഴ്സിറ്റി ജൂനിയർ സീനിയർ യൂത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാം, അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഓൾസോ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിലും കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ +2 HSC ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹൈ സെക്കൻഡറി എക്സാമിനേഷൻ മിനിമം +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മിനിമം ഏജ് 18 വയസ്സാണ്, മാക്സിമം 26 ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 18 to 26 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികൾക്ക് 31 വയസ്സ് വരെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 29 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഫിസിക്കൽ സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, ചെസ്റ്റ് 81 വേണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അവർക്കെല്ലാം ഉള്ള റിലാക്സേഷനും കാര്യങ്ങളൊക്കെ SC STക്കുള്ള റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 160 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ്, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ എന്തായാലും വേണം. ആ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട്. ഫിസിക്കൽ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിൽ, ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ ലോങ് ജമ്പ് 457.20 സെൻറ്റിമീറ്റർ, പുട്ടിംഗ് ദി ഷോട്ട് 609.60 സെൻറ്റിമീറ്റർ, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ റോക്ക് ക്ലൈംബിംഗ് 365.80 സെൻറ്റിമീറ്റർ, അതുപോലെ പുള്ളപ്പ് ഓർ ചിന്നിങ് 8 വട്ടം, അതുപോലെ തന്നെ 1500 മീറ്റർ ഓട്ടം, അതായത് ഏകദേശം 1.5 കിലോമീറ്റർ ഓട്ടം നിങ്ങൾ 5 മിനിറ്റ് 44 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ പ്രോസസ്സ്, ദി ആപ്ലിക്കേഷൻ ഫോം ഈസ് അവൈലബിൾ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കേരള പോലീസ് www.keralapolice.gov.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഡ്യൂലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഫ്രം അലോങ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഫോർ പ്രൊവൈഡിങ് ഏജ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, അതുപോലെ തന്നെ ആൻഡ് സ്പോർട്സ് പെർഫോമൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് റിഗാർഡിംഗ് പാർട്ടിസിപ്പേഷൻ ഇൻ റെക്കഗ്നൈസ്ഡ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് അതായത് നിങ്ങളുടെ ഏജും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് SSLCൻ്റെ ഒരു കോപ്പി വേണം, സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കുക, ഇൻക്ലൂഡ് +2 സർട്ടിഫിക്കറ്റും വെക്കുക. അതുപോലെ തന്നെ പിന്നെ വെക്കേണ്ട കാര്യം നിങ്ങളുടെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വെക്കേണ്ടത്. അത് സബ്മിറ്റ് ഡയറക്ട്ലി ഓർ ബൈ പോസ്റ്റ്, നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് മുഖാന്തരം അയക്കാം. അപ്പോൾ ദി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ
പേരൂർ കട, തിരുവനന്തപുരം ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത്. മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ഫോം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഫെബ്രുവരി 12 മുതലാണ്. ഫെബ്രുവരി 12 മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് ഫെബ്രുവരി 29 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം. വളരെ പെട്ടെന്ന് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്പീഡ് പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും മറ്റോ അയക്കുക ദൂരെയുള്ളവർ. ഇനി ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോയിട്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഇതാണ് അപേക്ഷാ ഫോം. ഈ ഒരു അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. ഓൾസോ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അവൈലബിൾ ആയിരിക്കും. സോ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള പറഞ്ഞ അപേക്ഷാ ഫോം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷാ ഫോം താഴെ ലഭിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ താഴെ ലഭിക്കും. അതുപോലെ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. യോഗ്യതയുള്ളവരെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക.